ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാന് നൽകാൻ വേണ്ടി അമേരിക്ക തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. രണ്ട് നിർദ്ദേശങ്ങളാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ ഇറാൻ്റെ കൈവശത്തിൽ, എന്നാൽ അത് അവസാനിക്കുന്ന എൻഡ് വരുന്ന സമയത്ത് അതിൻ്റെ നിയന്ത്രണം ഒമാനിലേക്ക് ഒരുക്കുന്ന തരത്തിൽ ചില വിട്ടുവീഴ്ചയോടുകൂടി തങ്ങളത് അനുവദിക്കാം എന്നുള്ളതാണ്. പ്രവേശനത്തിൻ്റെ അനുമതി ഇറാൻ്റേതാണെങ്കിൽ അത് പുറത്തുപോയി അറബിക്കടലിലേക്ക് അങ്ങോട്ട് ചേരുന്ന സമയത്തുള്ള അനുമതി ഒമാൻ്റേതാകുന്ന തരത്തിലാണ് കരാർ വ്യവസ്ഥ എന്ന് പറയുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവരാദ്യം പറഞ്ഞ കാര്യം ഇപ്പോഴും പറയുന്നു, ഹോർമുസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം തങ്ങളുടേതാണ് എന്ന് തന്നെ. ഇപ്പോൾ അതുമല്ല അതിൻ്റെ വിഷയം. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ചില നിലപാടുകൾ എടുത്തിരിക്കുന്നു. അതിപ്പോൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. ഗസക്കകത്ത് ഇപ്പോഴും ഇന്നും വിഷയമുണ്ടായിട്ടുണ്ട്. 4 പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അഥവാ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുകയും അത് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും ലോകത്താകമാനമുള്ള സാമ്പത്തിക മേഖലയെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിനാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വലിയ പ്രാധാന്യത്തോടു കൂടി മീഡിയകളും പത്രക്കാരും റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലസ്തീനിൽ വിഷയമില്ലെന്നോ പാലസ്തീൻ സംഭവങ്ങൾ നടക്കുന്നില്ലെന്നോ എന്നല്ല, ആ പാലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ പല മീഡിയക്കാരും താല്പര്യം കാണിക്കുന്നില്ല. അറേബ്യൻ മീഡിയകളാണ് പ്രധാനമായ രീതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ അങ്ങനെ ഞങ്ങൾ വെറുതെ വിടില്ല, അതാണ് ഇറാൻ പറയുന്നത്. ഫലസ്തീൻ നിലനിൽക്കുന്ന ഈ അവസ്ഥകൾ, അതേ അവസ്ഥകൾ ഇനിയും ഒരുപാട് പതിറ്റാണ്ടുകളോളം തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവിടെ മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാട് ഇറാൻ പറയും. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിന് എതിര് നിൽക്കുന്ന ഒരു സാഹചര്യം അറേബ്യൻ രാജ്യങ്ങളുണ്ടായാൽ, ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫലസ്തീന് എതിരായിട്ട് നിൽക്കും എന്ന് അറേബ്യൻ രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ പറയില്ല. ഈ ഒരു ധൈര്യം ഇറാനുണ്ട്. ഇറാൻ ആ നിലപാടുകൾ പറയും. ഗസ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ഹമാസിൻ്റെ ആയുധം വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ ആയുധം കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം പിന്മാറും. അതിന് ഹമാസ് പറഞ്ഞിരിക്കുന്ന കാര്യം, പൂർണ്ണമായ രീതിയിൽ തങ്ങളുടെ ദേശത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ തങ്ങളുടെ ഒരു ആയുധം പോലും വെച്ച് കീഴടങ്ങുന്ന ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളത്. ഇവിടെയും ട്രംപ് പെട്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ വാക്കുകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു വിലയൊന്നുമില്ല. അയാൾ ഇന്ന് പറയുന്നു, നാളെ മാറ്റി പറയുന്നു, നാളെ വേറൊന്ന് പറയുന്നു, പിറ്റേന്ന് വേറെ മാറ്റി പറയുന്നു. അയാൾ പറയുന്നതിന് അയാൾ തന്നെ തിരുത്തുന്നു. ഈ സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ദയനീയമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഫലസ്തീൻ വിഷയം അങ്ങനെ നിസ്സാരവൽക്കരിക്കപ്പെട്ട വിഷയമാവാതെ ഗൗരവേറിയ വിഷയമായിട്ട് ഇറാൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് ചുരുക്കം. അഥവാ ഗസയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന് ഇറാൻ പറയുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യങ്ങളുണ്ടാവും, അതിൻ്റേതായിരിക്കുന്ന പ്രതികരണങ്ങളുണ്ടാവും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് ഇറാനുമായിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലേർപ്പെടാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. മാത്രമല്ല ഇസ്രായേലാണ് കക്ഷി എന്നതിനാൽ തന്നെ ഇറാനെതിരെ അഭിപ്രായം പറയാൻ പറ്റില്ല. പാലസ്തീൻ്റെ വൈകാരികമായിരിക്കുന്ന വിഷയം വരുന്ന സമയത്ത് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാതെ ഇറാനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ആ ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇറാൻ തിരിച്ചറിയുകയും അതിലൂടെ നീക്കുപോക്കുകൾ നടത്താൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. അപ്പോൾ ഓർമുസിലാണ് യുദ്ധം തുടങ്ങുന്നത്. ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യുദ്ധത്തിന് 2025 തന്നെ ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേഖലാ യുദ്ധമായിട്ട് മാറുകയും ഓർമുസ് കടലിടുക്ക് വെച്ച് തങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് അന്ന് ഇറാൻ പറഞ്ഞത് പിന്നീട് പ്രാബല്യത്തിൽ വന്നു. ഇത്രയും ഗൗരവപരമായിരിക്കുന്ന ഇത്രയും പ്രാധാന്യമുള്ള ഒരു കടലിടുക്കാണ് ഓർമുസ് എന്ന് അമേരിക്കക്ക് തന്നെ ബോധ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധമുണ്ടാക്കിയതിന് ശേഷമാണ്. യുദ്ധത്തിന് മുൻപ് അതൊരു അന്തർദേശീയ പാതയാണ്. അതിലൂടെ കപ്പൽ വരുന്നു, കപ്പൽ പോകുന്നു, പോകാതിരിക്കുന്നു അല്ല വരാതിരിക്കുന്നു. അതും ഇറാനും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു. അന്തർദേശീയ പാതയാണ് എന്നതിനാൽ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ അധികാരമില്ല, ഇറാൻ അതിന് താല്പര്യവുമില്ല. പക്ഷേ യുദ്ധം വന്ന സമയത്ത് ഇറാൻ
ബുദ്ധിപരമായിട്ടാണ് യുദ്ധം ചെയ്തത്, അമേരിക്ക ശക്തി കൊണ്ടാണ് യുദ്ധം ചെയ്തത്. ശക്തിയും ബുദ്ധിയും തമ്മിൽ ഏറ്റുമുട്ട സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ബുദ്ധിയാണ് ജയിക്കുക. ചരിത്രത്തിൽ അങ്ങനെ ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ രണ്ട് തരത്തിലും ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോന്നിരിക്കുന്നു. എവിടെങ്കിലും ഒന്ന് എത്തിച്ച് ഇത് തങ്ങളുടെ ജയമാണ് എന്ന് പറയാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചു. വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി, വലിയ രീതിയിൽ വിഷയങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ മേഖലയിൽ വേണ്ട രീതിയിൽ മുഖം കൊടുത്തിട്ടല്ല ഈ നെതന്യാഹു തിരിച്ചു പോകുന്നത് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. പക്ഷേ അതിനുശേഷമാണ് ഒരു തുറന്നൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് അമേരിക്ക നടത്തിയത് എന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി, ഇപ്പം നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. അതിൽ ഇസ്രായേൽ കക്ഷിയായിരിക്കും. ഇസ്രായേലിൻ്റെ അകത്ത് ഇറാൻ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കുകയാണ്. ഏതൊക്കെ മേഖലയിലാണ് ആക്രമിക്കേണ്ടത്, ഏതൊക്കെ വിമാനങ്ങളാണ് അതിൽ പങ്കെടുക്കേണ്ടത്, ഏതൊക്കെ പൈലറ്റുമാരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പഠനങ്ങൾ ഇസ്രായേൽ നടത്തി, അമേരിക്ക പഠനം നടത്തി. പക്ഷെ തിരിച്ചെത്തിയ സമയത്ത് അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്ന വിവരണങ്ങളും അതേപോലെ തന്നെ അമേരിക്കയുടെ സൈനിക കമാൻഡർമാരും അമേരിക്കൻ കോൺഗ്രസും എടുത്തിരിക്കുന്ന നിലപാടും ട്രംപിന് എതിരാണ്. നിങ്ങൾ ജയിക്കില്ല, നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു, രാജ്യം അതിന് ബാധ്യതയാകുന്ന രീതിയിലേക്ക് വരുന്നു, ഇത്രയും വലിയ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു, അതിന് ഉത്തരവാദി ട്രംപാണ്, അതിനിയും ആവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല എന്ന് ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കൈവിട്ടുപോയി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. 2025 ട്രംപ് ഈ നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചു, ട്രംപുമായിട്ട് സംസാരിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം 2026 അതായത് ഫെബ്രുവരി 28 തുടങ്ങിയിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ആ യുദ്ധത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ന്യൂയോർക്ക് സന്ദർശിച്ചത്. പിന്നീടാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറിയിരിക്കുന്നു. എന്താ സമ്പൂർണ്ണമായിരിക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്നത്? ഇതുവരെ രാഷ്ട്രമൊന്നും അല്ലേ. അവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം ഈ ഇസ്രായേലിൻ്റെ ഒറ്റുകാരുണ്ടായിരുന്നു. അഥവാ മൊസാദിൻ്റെ ഏജൻറ്റുമാരുണ്ടായിരുന്നു. ഈ ഏജൻറ്റുമാരെ കൃത്യമായ രീതിയിൽ വലയിൽ വീശുന്നതിലും പിടിക്കുന്നതിലും ഇറാൻ പരാജയപ്പെട്ടു. ആ പരാജയം എവിടെ ഉണ്ടാകുന്നത്? ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇവിടെ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ട് ഇറാൻ കാണുന്നില്ല. ഒരു വ്യക്തി കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല, തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിഥിയായിരുന്ന ഒരു നേതാവിനെ തങ്ങളുടെ നിയന്ത്രണത്തിനുള്ള സൈനികരുടെ ഈ തോക്കിനെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വത്തെ വെട്ടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം അന്ന് തന്നെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1.5 മാസമോ 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. അവർ വളരെ കൃത്യതയോടുകൂടി ഇദ്ദേഹം താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള റൂമിൻ്റെ അകത്താണ് സ്ഫോടനം നടന്നത്. അദ്ദേഹത്തോടൊപ്പം 2 പേരോ അല്ലെങ്കിൽ 3 പേരോ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന റൂമിൻ്റെ അകത്തേക്കാണ് മിസൈൽ പായിച്ചത്. ആ മിസൈൽ എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് വന്ന മിസൈലല്ല, ആ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയാണ് ആ മിസൈൽ വന്നത്. അപ്പോൾ സൈനികർ ഈ വിഷയത്തിൽ വലിയ സഹായം നൽകിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തെ റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ അവിടെ നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആയത്തുള്ള അലി ഖംനായി ഫെബ്രുവരി 28 കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടത്തിയിരിക്കുന്ന സംയുക്തമായിരിക്കുന്ന ഓപ്പറേഷനിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഈ വിവരങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇവിടുന്ന് ചോർന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന മീറ്റിംഗ് നടത്താൻ പോകുന്നു, ആ മീറ്റിങ്ങിൽ ഇന്ന ആളുകൾ പങ്കെടുക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ പറയുന്ന കാര്യം ഇവരുടെ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ സ്ഥാപിക്കപ്പെട്ട CCTV ക്യാമറയിലെ ഫുട്ടേജ് പോലും ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സമാധാരണീയനായ നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ മൊസാദിൻ്റെ ഏജൻറ്റ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ സമയത്ത് രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പറ്റും? അവിടെയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് വളരെ രഹസ്യമായിരിക്കുന്ന ഒരു രഹസ്യ പോലീസ് സംവിധാനത്തെ അവർ സൃഷ്ടിച്ചു. അവർക്ക് പ്രത്യേകിച്ച് യൂണിഫോം ഒന്നുമില്ല, അവരേതാണെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല.
അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാൻ പറ്റില്ല. നേരിട്ട് കൊണ്ട് ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി കംനായുമായിട്ട് ലിങ്ക് ചേർന്നുകൊണ്ട് ഈ ടീം പ്രവർത്തിക്കുന്നു. ഈ ടീം രാജ്യത്തൊട്ടുക്കുമുണ്ട്, 1,00,000 ആളുകളെങ്കിലും ഉണ്ട് എന്നാണ് അനുമാനം. ഇവരാണ് കൂട്ടത്തോടു കൂടി മൊസാദ് ഏജന്റുമാരെ പിടികൂടിയത്. രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടായത് നമുക്കറിയാം. ഫെബ്രുവരി ആ കാലഘട്ടത്തിൽ ഈ ജനുവരിയോട് കൂടി തന്നെ അതിന് സജീവത വന്നിട്ടുണ്ട്. അത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഈ രഹസ്യമായിരിക്കുന്ന സൈനിക പോലീസാണ് അത് ഒതുക്കി തീർത്തത്, അല്ലെങ്കിൽ അടിച്ച് പരാജയപ്പെടുത്തിയതെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നീട് ഉയർത്തെഴുന്നിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ട് 600 മുതൽ 1200 മൊസാദ് ഏജന്റുമാരെ പിടിക്കുകയും 30ലധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. 150 മുതൽ 300 ആളുകളുടെ പേരിൽ വധശിക്ഷാ നടപടി നിലനിൽക്കുന്നുണ്ട് എന്നതെല്ലാം ഇറാൻ റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടതോടുകൂടി ഈ ഏജന്റുമാരെല്ലാവരും എന്തായിട്ടുണ്ട്, പിടികൂടാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? ഇതാണ് ഇറാന് ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. അവർ ഈ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ ഇറാന് നൽകാൻ വേണ്ടി തത്വത്തിൽ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് ചുരുക്കം.